പ്രാങ്ക് കോൾ ആണ്. ചേട്ടൻ ആര് വേണമെങ്കിലും വിളിക്കാം. 3 പേരെ പേര് പറഞ്ഞുതരാം. ഹരിത ചേച്ചി, സ്നിഷ ചേച്ചി, ഓർ കൃഷ്ണപ്രഭ ചേച്ചി. അത് ആര് വേണമെന്ന് ചേട്ടൻ ചൂസ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ ആദ്യം റബേക്ക ചേച്ചിനെ വിളിപ്പിക്കാന്ന് വിചാരിച്ചു. പക്ഷെ റബേക്ക ചേച്ചി ഞങ്ങളുടെ സ്ഥിരം പ്രാങ്ക് കോളിന്റെ ആളാണ്. പച്ചക്ക് വല്ലതും പറയുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ കാര്യം ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്റെ ലൊക്കേഷനിലോ അല്ലെങ്കിൽ എന്റെ കൂട്ടത്തിൽ അഭിനയിച്ച ആരുമായിട്ട് ഒരു ബന്ധം വെക്കുന്ന ആളല്ലേ. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഇവരെ ആരെയും വിളിക്കാൻ പോകുന്നില്ല കാര്യം അവർക്കറിയാം. ഇനിയിപ്പോ ഇവരെ എങ്ങനെ എടുക്കുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഓക്കെ, അപ്പം നമ്മുടെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ചേട്ടൻ ഇവര് 3 പേരിൽ ആരെ വേണമെങ്കിലും ചേട്ടൻ വിളിക്കാം. വിളിച്ചിട്ട് പറയേണ്ടത് എന്താന്ന് വെച്ചാല് ഒരു കടയുടെ ഉദ്ഘാടനം വരുന്നുണ്ട്. പക്ഷെ പേര് കുറച്ച് ഫണ്ണി ആണെങ്കിലും പേയ്മെന്റ് 1 lakh ഉണ്ട്. കടയുടെ പേര് ഉഡായിപ്പ് എന്നാണ്. 21-ാം തീയതിയാണ് കടയുടെ ഇനോഗ്രേഷൻ. അപ്പം ഞാൻ കടയുടെ ഇനോഗ്രേഷന് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 1 minute വീഡിയോ അയച്ചു തരണം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, 1 lakh ആണ്. ഇത് ഹരിത അല്ലെങ്കിൽ റബേക്ക ഇവർ രണ്ടുപേരും എടുക്കില്ല. റബേക്ക ചേച്ചിനെ വേണ്ട. റബേക്ക ചേച്ചിനെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞു എടുക്കുന്നില്ലല്ലോ, ഫോൺ എടുക്കും. ഇവര് ഞാൻ പറയുന്ന കാര്യം അവർ ഒരിക്കലും കേൾക്കാൻ പോകുന്നില്ല. ചിരിച്ചോണ്ടായിരിക്കും പറയാ. ഒന്നല്ല, എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കൂടുതൽ നിഷ്കളങ്കമായിട്ടൊരാളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. എന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച് ലച്ചുണ്ട്, മറ്റേ പത്രമാറ്റിലെ ഹീറോയിൻ. അവളാണെങ്കിൽ എന്നെ ഏട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. പക്ഷെ I'll give a try to ഹരിത വിളിച്ചു നോക്കാം. എടി തിരക്കായിരുന്നോ? ഹലോ, എടി എനിക്കൊരു വീഡിയോ എടുത്തു തരുമോ? എന്തോ ഒരു ഇനോഗ്രേഷന് വേണ്ടിയുള്ള ഒരു ഇതാ. മാറ്റർ ഒന്നുമില്ല. 21-ാം തീയതി 22-ാം തീയതി എങ്ങാണ്ടാണ് എറണാകുളത്ത് വെച്ചുള്ളൊരു എന്താ ഓൾ ഇൻ വൺ ഷോപ്പാണ്. ഇത്രേ ഉള്ളു. നീ എന്താ കടയുടെ പേര് ഉഡായിപ്പ്. അപ്പൊ ഒരു 21-ന് ഉദ്ഘാടനം ചെയ്യുന്ന ഉഡായിപ്പിന് എന്റെ എല്ലാവിധ ആശംസകളും. ഞാൻ അയച്ചു തരൂല. എനിക്ക് തന്നെ വിശ്വാസമില്ല. അതെന്താടി? എനിക്ക് വിശ്വാസമില്ലടോ ഉഡായിപ്പിന്റെ രാജാവേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണുള്ള കാര്യം. ഞാൻ വിശ്വസിക്കൂല. അങ്ങനെ പേരൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കൂല. ഇത് അടുത്ത ട്രോള്. ഇതുവരെ ഇന്റർവ്യൂ കഴിഞ്ഞില്ലേ? എടി അല്ലെന്ന്, ഞാൻ വിശ്വസിക്കത്തില്ലെന്ന്. സത്യമായിട്ട് ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇല്ല ചേട്ടാ, ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ അവരുടെ ആൾക്കാരോട് വിളിക്കാൻ പറയാം. നീ അവരുടെ ആൾക്കാരോട് വിളിക്കായിരുന്നല്ല. എനിക്ക് ഒന്നെങ്കിൽ അവരിറക്കിയ പോസ്റ്റർ കാണണം, അല്ലെങ്കിൽ കടയുടെ ഫോട്ടോ കാണണം. നിനക്ക് ഇത്രയൊക്കെ ആധുനികമായിട്ട് ചിന്തിക്കാൻ കഴിവുണ്ടോ കുട്ടി? കഴിവുണ്ട്. തന്നെയൊക്കെ കൂടെ കൂട്ടുകൂടി അന്ന് പോലെ എനിക്ക് ഭയങ്കര ബുദ്ധിയാ. ഓക്കെ, ബൈ. ഇനി സത്യം പറ. എന്താ സത്യം പറയാനുണ്ട്? ഹലോ ഹലോ ചേച്ചി, ഒത്തില്ല ചേച്ചി. ഞങ്ങളാണെങ്കിൽ ഒരു പ്രാങ്ക് കോള നടത്താൻ ശ്രമിച്ചത്, പക്ഷെ ചീഞ്ഞു പോയി. എത്രാമത്തെ പ്രാങ്ക് കോളാണെന്നറിയാമോ? ഇപ്പൊ മറ്റേ പുലി വരുന്നേന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ പോലും ഞാൻ ആ മനുഷ്യനെ വിശ്വസിക്കുന്നു. എന്നെ പ്രാങ്ക് ചെയ്യാതിരിക്കുന്ന നല്ലത്. ചേട്ടന്റെ സ്ഥിരം പണിയാണോ ഇത്? ആണോ? ഓ, സ്ഥിരം വരെയാണ്. ഞങ്ങളടുത്ത് പറഞ്ഞു, അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞ അവള് വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ കുറച്ച് ഇന്റലിജന്റാ, അതിന്റെ കുഴപ്പം. ഓക്കെ ഓക്കെ ചേച്ചി, താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓ ഷോ. ഇത് ഏതാ ചാനല്? മൈൽസ്റ്റോൺ മേക്കേഴ്സ്. ഓക്കെ, ഞാൻ ഓരോന്നോരോന്ന് ടിക്ക് ചെയ്ത് വരിക. പ്രാങ്ക് പോയി. ഓക്കെ ചേച്ചി, ശരി. താങ്ക് യു കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ ചേട്ടാ, അടുത്തായിട്ട് വരും. ആ, വരാം. ഐ ആം വെയിറ്റിംഗ്. ഓക്കെ, ശരി.